നമസ്കാരം, ഞാൻ രശ്മി. ഇനി നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. നല്ല പഴുത്ത മാങ്ങ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറിനാൻ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ, ഇത് വരിക്ക മാങ്ങയാണ്, നല്ല പഴുത്ത മാങ്ങയാണ്. അധികം നാരില്ലാത്ത മാങ്ങ എടുത്താൽ മതി. ഒരു 3 എണ്ണം എടുത്തിട്ടുള്ളത്, 4 എണ്ണം വേണമെങ്കിൽ എടുക്കാം. ഇത് ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ട് മുറിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി തീരെ ചെറിയ മാങ്ങയാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല, തൊലി കളഞ്ഞ് അങ്ങനെ തന്നെ അണ്ടി അടക്കം ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ട് മുറിക്കുകയും ചെയ്യും, മാങ്ങയുടെ അണ്ടിയും കൂടെ അതിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇതിപ്പം മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മാങ്ങയുടെ അണ്ടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് മാങ്ങയുടെ നക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കത്തിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവണം. വേവുന്നവരെ നമുക്കിത് അടച്ചു വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ സിമ്മിലിട്ടിട്ട് വേവിക്കാം. മാങ്ങ നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ട്. അത് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചു കൊടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ആവശ്യത്തിന് വേണം, തേങ്ങ തീരെ കുറഞ്ഞു പോകാൻ പാടില്ല നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക്. ഇനി നമുക്ക് തേങ്ങയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, സാധാരണ ജീരകമില്ല, പെരുംജീരകമല്ല, സാധാരണ ജീരകം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അധികമായി പോകരുത്, കാരണം നമ്മൾ മാങ്ങയിലും ഇട്ട് വേവിക്കുന്നുണ്ട്. കറിയിലൊക്കെ മഞ്ഞൾപ്പൊടി അധികം ആയിക്കഴിഞ്ഞാൽ ഒരു അരുചിയായിരിക്കും വരിക. ഇനി ഒരു വെളുത്തുള്ളിയുടെ അല്ലി, ഒരു പച്ചമുളക് നമുക്കിത് മുറിച്ചിട്ട് കൊടുക്കാം. ഈ ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരയ്ക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കട്ടെ. അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുക്കേണ്ടത്, പച്ചവെള്ളം എടുക്കരുത്. മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ നല്ല കട്ട തൈര്, 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. നിങ്ങൾ പുളിക്കനുസരിച്ച് തൈരിന്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യണം. ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നുവെച്ചാൽ അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കാം. ഇതിപ്പം മാങ്ങ വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടേ ഉള്ളൂ. നന്നായിട്ട് വെന്ത് നല്ല മണം വരും, മാങ്ങ വെന്ത മണം ഉണ്ടാവും. നമുക്കിത് ഓഫാക്കാം. ഞാൻ ഓഫാക്കിയിട്ടാണ് അരപ്പൊക്കെ ചേർക്കുന്നത്. നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. തൈര് ഞാൻ 1.5 കപ്പ് തൈര് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ച് എടുത്തതാണ്. അതിൻ്റെ ആ കട്ടയൊന്ന് കളയാൻ വേണ്ടി മാത്രം അടിച്ചിട്ടേ ഉള്ളൂ. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ ഇത്രയും എടുക്കണ്ട. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. തൈരൂടെ ഒഴിക്കുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പുളിയും ഉപ്പും ഒക്കെ ഒന്ന് നോക്കണം. ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, തൈര് തന്നെ ചേർത്തിട്ടാണ് ലൂസാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ചുകൂടെ വേണം, ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. പുളിയൊക്കെ ഉണ്ട്, പുളി കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ഒന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഒരുപാടൊന്നും പൊടിച്ചിട്ടില്ല, കുറച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ്. അത് വിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കിത് തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, ഇതിൽ നിന്ന് ഇങ്ങനെ ആവി വരും. നമ്മൾ തീ കത്തിച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് നോക്കണം. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറിയിൽ നിന്ന് ആവി ഇങ്ങനെ പോകും. ആവി പോകുമ്പോഴാണ് നമ്മളിത് ഓഫാക്കി കൊടുക്കേണ്ടത്. നമ്മളിത് തിളപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരയ്ക്കരുതെന്ന് പറഞ്ഞത്. തിളപ്പിച്ചാറിയ വെള്ളം വേണം തേങ്ങ അരയ്ക്കാനായിട്ട് എടുക്കാൻ. ആവി പോകുന്നുണ്ട് സൈഡിൽ കൂടെ, ചെറുതായിട്ട് സൈഡിൽ നിന്ന് തിളയും വരുന്നുണ്ട്. ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ ഓഫാക്കുന്ന സമയത്ത് ഇത് ആവി പോകുന്ന ക്യാമറയിൽ കാണില്ലായിരിക്കും, ഞാൻ കാണുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഓഫാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിതിന് കടുക് വറക്കണം. കടുക് വറക്കാനായിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കുവാണ്.
കുറച്ച് ഉലുവ, ഇളക്കിയിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഓഫാക്കിയിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. മുളക് പൊടി ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് കടുക് വറുത്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. मेरी जूली को जल्दी वापस करना. आरे? मेरी जूली को जल्दी वापस करना. ബാപ്പ ജോലിക്ക് പോയിരുന്നാണോ? ജൂലി കഹാ ഹൈ? ജോലി പുള്ളി പണ്ട് പോലീസിലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ സസ്പെൻഷനിലാ. ഭയങ്കര മിടുക്കനാ.